السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أنس رضي الله عنه أنه قال: كانت ناقة رسول الله صلى الله عليه وسلم العظباء لا تسبق ഔ ലാ തകാദു തുസ്ബഖു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകമായിരുന്നു, അതായത് അളുബ എന്ന ഒട്ടകം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഒട്ടകമാണ് അളുബ. അളുബ എന്ന് പറഞ്ഞാൽ ചെവി കീറുക എന്നാണ്, ചെവി കീറിയത് എന്നർത്ഥം. അപ്പോ അളുബ എന്ന് പറയുന്ന ഒരു ഒട്ടകം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന് ചെവി കീറിയത് കൊണ്ടല്ല ആ പേര് അങ്ങനെ പറയുന്നു. ലാ തുസ്ബഖു, അതിനെ മുൻകടക്കപ്പെടുകയില്ല. ആ ഒട്ടകം, അതിനെ ഒരാൾക്കും മറികടക്കാൻ കഴിയില്ല. അത്രയും സ്പീഡിൽ, വേഗതയിൽ പോകുന്ന ഒട്ടകാണ്. ഫജാ അഅറാബി, അങ്ങനെ ഇരിക്കെ ഒരു അഅറാബി വന്നു. അലാ ഖഉദിൻ ലഹു, അയാളുടെ ഒരു ഒട്ടകപ്പുറത്ത്. ഖഉദ് എന്ന് പറഞ്ഞാല് വാഹനം കയറാൻ പ്രായമായ ഒട്ടകം. അതിന്റെ പുറത്തിരുന്നാൽ അതിന് താങ്ങാൻ കഴിയുന്ന ഒരു പ്രായം, ചുരുങ്ങിയത് 2 വയസ്സ്, അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒട്ടകപ്പുറത്ത് ഒരു അഅറാബി വന്നു. ഫസബഖഹാ, അങ്ങനെ ആ ഒട്ടകം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളുബ എന്ന് പറയുന്ന ഒട്ടകം ഉണ്ടല്ലോ, ഒരാൾക്കും തോൽപ്പിക്കാനും മുൻകടക്കാനും കഴിയാത്ത ഒട്ടകം, അതിനെ മുൻകടന്നു, അതിനെ മറികടന്നു, മുന്നിലെത്തി. ഫശഖ്ഖ ദാലിക അലൽ മുസ്ലിമീൻ, അപ്പൊ അത് വിശ്വാസികളായ ആളുകൾക്ക് വലിയൊരു പ്രയാസമായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം തോറ്റുപോയല്ലോ. തങ്ങളുടെ ഒട്ടകം എപ്പോഴും മുന്നിലെത്തുന്നതാണ്. ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തേക്കാൾ ഈ അഅറാബിയുടെ ഒട്ടകം കുതിച്ചു മുന്നിലെത്തിയല്ലോ. അപ്പൊ അതൊരു പ്രയാസല്ലേ എന്നിങ്ങനെ ചിന്തിച്ചു. ഹത്താ അറഫഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് മനസ്സിലാകുന്നത് വരെ അവരുടെ പ്രയാസം ഉണ്ടായി. തങ്ങളത് മനസ്സിലാക്കിയ അത് അവർക്കൊരു പ്രയാസമായിട്ടുണ്ട്. അങ്ങനെ തന്നെ ആവൂല, നേതാവ് എപ്പോഴും ഉയർന്നിക്കണം എന്നല്ലേ അനുയായികൾ ചിന്തിക്കും. ഫഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർതഫിഅ ശൈഉൻ മിനദ് ദുനിയാ ഇല്ലാ വദഅഹു. സ്വഹാബത്തെ, അല്ലാഹുവിന്റെ മേൽ ഹഖാണ് എന്ത്? അല്ലാ യർതഫിഅ ശൈഉൻ മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് ഒന്നും ഉയരുകയില്ല, ഇല്ലാ വദഅഹു, അല്ലാഹു അതിനെ താഴ്ത്തിയിട്ടല്ലാതെ. ദുനിയാവിൽ നിന്ന് എന്ത് ഉയർന്നാലും ഉയർച്ച കൂടുന്തോറും വീഴ്ച കൂടുന്നറിയില്ലേ, അതേപോലെ എന്തിനൊരു മികവുണ്ടോ അതിന് താഴ്ച ഉണ്ടാവും. ആളുന്ന തീ കടാന എന്നൊക്കെ സാധാരണ ചൊല്ലു പറയില്ലേ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു സുന്നത്താണത്. അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഒരു സംഗതി ഉയർന്നോ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളയും, അതിനെ താഴ്ത്തും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അപ്പൊ വിനയം, ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും താഴ്മ പ്രകടിപ്പിച്ച്, വിനയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് ഇമാമുകൾ വിശദീകരിക്കുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് അവർ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അന്വിതരും സ്വാലിഹ്യങ്ങളുമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.